ഹർഷ, ബേപ്പൂരിൽ നമ്മൾ വിചാരിക്കാത്ത മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ പി വി അൻവർ മത്സരിക്കും, പി എ മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ അറിവോടെ അല്ല അദ്ദേഹം UDF-ന്റെ കൈപിടിച്ചതും അതുപോലെ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചതും. അപ്പോൾ പി വി അൻവർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ബേപ്പൂരിൽ മത്സരം കുറച്ചുകൂടി കടുക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. നോക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് പി വി അൻവറിന്റെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. അതായത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും എതിരെ മത്സരിക്കരുത്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് കൃത്യമായി തൃണമൂൽ കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പി വി അൻവർ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് ചേർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പോലും ചിന്തിച്ചിരുന്നത് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അത് മാറ്റി ഇപ്പോൾ പി വി അൻവർ മാത്രമാണ് UDF-ലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറുമായി ഇടഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന് 8ന്റെ പണിയാണ് തൃണമൂൽ കോൺഗ്രസിന് നൽകാൻ പോകുന്നത് എന്നുള്ള സാധ്യതകളും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, LDF-ൽ നിന്നും വഴക്കിട്ട് പോകുന്ന പി വി അൻവർ പിന്നീട് UDF-ലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും സമ്മതിക്കാതെ നിലപാടെടുത്ത VD സതീശൻ, നിലപാടുകളുടെ രാജാവായിട്ടുള്ള VD സതീശൻ പി വി അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരില്ല എന്ന് തീർത്തു പറയുന്നു. പി വി അൻവറിന്റെ ഒരു വോട്ടും അവർക്ക് വേണ്ട എന്ന് തന്നെ പറയുന്നു. അതിനുശേഷം പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസിനെ കൂടി വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അവസാനമായി പി വി അൻവർ UDF-ലേക്ക് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമെന്നുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അദ്ദേഹം ഇത്തരത്തിൽ പ്രചാരണം വരെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ ഒരു ഭയം പി വി അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവർ മത്സരിച്ചേക്കില്ല. മറ്റേതെങ്കിലും മണ്ഡലം ചോദിക്കാൻ സാധ്യത, കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള മണ്ഡലം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ മുസ്ലിം ലീഗിന് അതിലൊരു വിയോജിപ്പുണ്ടായതുകൊണ്ട് തന്നെ പി വി അൻവർ മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസിന് മങ്ങലേക്കുന്ന രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തീർച്ചയായിട്ടും പി വി അൻവറിന് ലഭിക്കേണ്ട വോട്ടിന്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പി വി അൻവറിന് വീണ്ടും വിജയ സാധ്യത കുറച്ചുകൂടി കടുപ്പത്തിലാകാൻ, നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ഒരു MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സ്വാധീനം ബേപ്പൂരിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന് വോട്ട് പിടിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു നീക്കം എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായി പി വി അൻവർ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സഖാവ് പിണറായി വിജയൻ, കമ്മ്യൂണിസ്റ്റ് സഖാവ് പിണറായി വിജയൻ സഖാവ് അല്ലാതെ മാറിയത് ഈ പറയുന്നത് പോലെ മരുമോൻ വന്നതിന് ശേഷമാണ്. മരുമോനിസമാണ് പിണറായി വിജയനെ മാറ്റിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിരുദ്ധത കൂടി ഉള്ളിൽ നിറച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും വോട്ട് പിടിക്കാനുള്ള തന്ത്രമൊക്കെ നേരത്തെ തന്നെ പി വി അൻവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ബേപ്പൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ CPM-ന് ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി വി അൻവറിനെ പോലെ ഒരു കാൻഡിഡേറ്റിന് സുഖമായി തിരിച്ചു മറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂർ. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കൃത്യമായി അവിടെ സംഭവിച്ച പോരായ്മകൾ, ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം, കേരളത്തിലുടനീളം ഉണ്ടായ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പി വി അൻവറിന് വിജയിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ തൃണമൂൽ കോൺഗ്രസ് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകും. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരു വിഭാഗം ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുന്നിൽ കണ്ടിട്ടായിരിക്കണം പി വി അൻവർ നേരത്തെ ആവശ്യപ്പെട്ടത് കുറച്ചുകൂടെ വിജയ സാധ്യതയുള്ള ഒരു സ്ഥലം എനിക്ക് തരണമെന്നുള്ളത്. അപ്പോൾ പിന്നെയും പ്രശ്നം ഉയരുകയാണ്, അപ്പോൾ ബേപ്പൂരിൽ ആര് എന്നുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് UDF അവിടെ പി വി അൻവർ ഇവിടെ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നത്. കാരണം പി വി അൻവർ കൃത്യമായി തന്നെ പിണറായിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിണറായിക്കെതിരെ അല്ലെങ്കിൽ പോലും പിണറായി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പിണറായിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കെതിരെയും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് പി വി അൻവർ. അപ്പോൾ മുഹമ്മദ് റിയാസിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ബേപ്പൂരിൽ പോയി സംസാരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ പറയുന്നത് പിണറായിസമല്ല മരുമോനിസമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. മരുമോൻ വന്നതിൽ പിന്നെയാണ് പിണറായി ഇത്രയധികം പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത്. പല പ്രശ്നങ്ങൾക്കും കാരണം മരുമോനാണ്. ഈ പറയുന്നത് പോലെ എന്താണ് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഈ സ്ഥാനമാനങ്ങൾക്ക് എനിക്ക് വിശ്വാസമില്ല, എനിക്കതിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവർ ഇത്രയധികം ആഞ്ഞടിക്കുന്നു? അദ്ദേഹത്തിന്റെ കൈവശം കൃത്യമായ കാരണങ്ങളുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പി വി അൻവറിനെ അവിടെ വിജയിക്കാൻ കഴിയും. അത് തന്നെയാണ് UDF-ന്റെ ആത്മവിശ്വാസവും. ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ പറയുന്നത് പോലെ മുഹമ്മദ് റിയാസ് മരുമകനായി വന്നതിന് ശേഷം പലരെയും
മുഖ്യമന്ത്രി പിണറായി വിജയന് വെറുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സ് പഠിപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായി ആ നേതാക്കന്മാരുടെ വോട്ട് കൂടി PV അൻവറിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു തന്ത്രം, അതാണ് PV അൻവർ ബേപ്പൂരിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നത്, പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അപ്രതീക്ഷിതമായ നീക്കവുമായി തൃണമൂൽ കോൺഗ്രസ് മുന്നിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ സപ്പോർട്ട് കൂടി PV അൻവറിനുണ്ടായിരുന്നുവെങ്കിൽ മിന്നുന്ന വിജയം തന്നെ ബേപ്പൂരിൽ കാഴ്ചവെക്കാൻ സാധ്യമായിരുന്ന ഒരു ഇനി മാറ്റങ്ങൾ ഉണ്ടാകാം. ഇനി ഈ പറയുന്ന പോലെ സമവായത്തിലെത്താനുള്ള സാധ്യതകളുണ്ട്. PV അൻവർ ചർച്ചകൾ നടത്തി. കാരണം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു UDF-ന്റെ കൂടെ നിൽക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ PV അൻവർ എന്ന് പറയുന്ന ഒരു ഓറയുള്ള കാൻഡിഡേറ്റിനെ തൃണമൂൽ കോൺഗ്രസും വിട്ടുകളയാനുള്ള സാധ്യതയില്ല. നമ്മൾ എല്ലാ ചർച്ചകളിലും മുൻപ് പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്, ട്വിസ്റ്റുകൾ നടക്കാം, രാഷ്ട്രീയമാണ്, കേരള രാഷ്ട്രീയമാണ്, ഇത് കേരളമാണ്, എന്ത് വേണമെങ്കിലും നടക്കാം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഈ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എന്താണ് അടുത്ത് വരുന്നത് എന്നറിയില്ല. എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു ബേപ്പൂരിൽ ഒരു വലിയ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഇനി തുടരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, വീണ്ടും തുടരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നിടത്തോളം കാലം ഇതൊരു വലിയ പോരാട്ടമായി തന്നെ നിൽക്കും നമ്മുടെ മുന്നിൽ. അതെ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ സ്റ്റാർ ആയിട്ടുള്ള MLA-മാർക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ അത്രത്തോളം സ്റ്റാർ ആയിട്ടുള്ള വിജയ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ ജനങ്ങൾക്ക് അറിയുന്ന, പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യമില്ലാതെ വരുന്ന നേതാക്കന്മാരെയാണ് പലയിടത്തും മത്സരിപ്പിക്കാൻ നിർത്തുന്നത്. ഇപ്പോൾ ആറന്മുളയിൽ അബിൻ വർക്കി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. കൃത്യമായി വീണ ജോർജിന്റെ പത്തി താഴെയാക്കാൻ അല്ലെങ്കിൽ പത്തിയിൽ അടിക്കാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ തന്നെയാണ് അവിടെ നിർത്താൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ PV അൻവറിനെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു വ്യക്തി, ഇപ്പോൾ മുസ്ലിം ലീഗിന് പോലെ അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി PV അൻവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ധർമ്മടത്ത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ ഷാഫി പറമ്പിൽ വരുമോ, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ കോൺഗ്രസിൽ വന്നുകൊണ്ട് മത്സരിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങി സ്വതന്ത്രനായി മത്സരിക്കുമോ, അതെ BJP-യിലേക്ക് പോയി മത്സരിക്കുമോ, ഇതൊക്കെ പക്ഷേ ഒരു എന്താ പറയാ വെറുതെ ഒരു വാഗ്വാദങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യഥാർത്ഥമായ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ ധർമ്മടത്ത് തീർച്ചയായും മത്സരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു, കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടന്നിരുന്നു. UDF-നെ സംബന്ധിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞു. ഇത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അത്രയേറെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി നടക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആര് എന്ന് ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ വീണ ജോർജിനെതിരെ ആര് നിൽക്കും, അവിടെ എങ്ങനെയാണ് വോട്ട് സമാഹരിക്കാൻ കഴിയുക, അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ ഇവിടെ നിൽക്കും, അവർക്കെതിരെ ആരെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുക. ഇതുപോലെ കൃത്യമായ പ്ലാനിങ് നടന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ഈ ഒരു മാസത്തിലോ അടുത്ത മാസത്തിന്റെ ആദ്യ ആഴ്ചകളിലോ കൃത്യമായ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റ് പുറത്തു വരികയും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങിലൂടെ UDF-ന് ഇതൊരു വലിയ വിജയമാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ നിയമസഭാ സമ്മേളനത്തിൽ നേട്ടങ്ങൾ എണ്ണി നിരത്തിയാലും പണ്ടിതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ CPM-ന് കഴിയില്ല. അതൊരു വസ്തുത തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിയമസഭ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ CPM-ന്റെ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൽ നിന്നും ഏതാണ്ടൊക്കെ തീരുമാനമായ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്യാവശ്യം, അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചെറിയ ചെറിയ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ BJP-യുടെ ഭാഗത്തു നിന്നും എനിക്കൊന്ന് CPM ഇപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കുന്നത്, പുലി പതുങ്ങുന്നത് പോലെ പതുങ്ങുന്നത്, പിന്നീട് അത് കുതിച്ചു ചാടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് പുറത്തുവിടാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക, അതിൽ ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് കാണാൻ പോകുന്നത്.